നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സിലെ മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് പോയിന്റ്, ഒരു ഓൺലൈൻ റേഡിയോയുടെ കാര്യമാണ് പറയുന്നത്. ഓൺലൈൻ റേഡിയോ, അതായത് കുടുംബശ്രീയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച്, രജത ജൂബിലി എന്ന് പറഞ്ഞാല് 25ാം വാർഷികം കേട്ടോ, 25ാം വാർഷികം. കുടുംബശ്രീയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ച ഓൺലൈൻ റേഡിയോയുടെ പേര് എന്താണ്? റേഡിയോ ശ്രീ എന്നാണ് പേര്. റേഡിയോ ശ്രീ, ഓർത്ത് വെച്ചോളൂ, റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ച ഓൺലൈൻ റേഡിയോയുടെ പേരാണ് എന്ത്? റേഡിയോ ശ്രീ. റേഡിയോ ശ്രീ, കുടുംബശ്രീ, റേഡിയോ ശ്രീ. ഓക്കെ, ഫസ്റ്റ് സെറ്റായി. പഴയ ഒരു പ്രീവിയസ് ചോദ്യം കൂടെ പറയട്ടെ. ഫെബ്രുവരി മാസം 13-ാം തീയതി, അന്നാണ് ലോക റേഡിയോ ദിനം കേട്ടോ. പഴയ ഫയർമോൻ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ലോക റേഡിയോ ദിനം? ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് ലോക റേഡിയോ ദിനം. റേഡിയോ കണ്ടുപിടിച്ച ആളെ നമുക്കറിയാം, മാർക്കോണി. ശരി, തിരിച്ചു വരാം. ഏകദിന ക്രിക്കറ്റിൽ 5000 റൺസ് തികച്ച താരമാണ് ബാബർ അസം. പക്ഷെ നമ്മുടെ ചോദ്യം അങ്ങനെയല്ല. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികച്ച താരമാര് എന്ന് ചോദിച്ചാൽ ബാബർ അസം. എന്താണ് ചോദ്യം? ഒന്നുകൂടെ പറയാം. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ച താരമാര് എന്ന് ചോദിച്ചാൽ ഉത്തരം ബാബർ അസം. വിരാട് കോഹ്ലി അല്ല, ബാബർ അസം. പാകിസ്ഥാൻ താരമായ ബാബർ അസമാണ് ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ച താരം. പോയിന്റ് ഓർത്ത് വെച്ചോണേ. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് പൂർത്തിയാക്കിയ താരമാണ് ബാബർ അസം. ബാബർ അസം. ഇനി അടുത്തത്, അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ എന്നുള്ളത് നമുക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. ഈ ജോ ബൈഡന്റെ ആഭ്യന്തര ഉപദേഷ്ടാവായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ നിയമിതനായി. ജോ ബൈഡന്റെ ആഭ്യന്തര ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യൻ വംശജന്റെ പേരാണ് നീരാ ടണ്ടൻ. നീരാ ടണ്ടൻ, പേര് ഓർത്ത് വെച്ചോളൂ. നീരാ ടണ്ടൻ. ഓക്കെ, ഇന്ത്യൻ വംശജയാണ്. ഇനി അടുത്ത പോയിന്റ്, ONV കുറിപ്പ് അറിയാം. ONV സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? ONV സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? സി രാധാകൃഷ്ണൻ. പോയിട്ട് ഓർത്ത് വെച്ചോളൂ, ചോദിക്കാം. ONV സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? സി രാധാകൃഷ്ണൻ. ONV സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചയാളുടെ പേര് സി രാധാകൃഷ്ണൻ. സെറ്റാണ്. അടുത്ത പോയിന്റിലേക്ക് വന്നാൽ, ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മു കാശ്മീരിലെ ഒരു വനപ്രദേശമുണ്ട്. അതായത് 2023 ഭീകരാക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ വനപ്രദേശത്തിന്റെ പേരാണ് രജൌരി കാണ്ടി. ഓർത്തോണേ, രജൌരി കാണ്ടി. രജൌരി കാണ്ടി എവിടെ എന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ. അതാണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ്. 2023 ഭീകരാക്രമണം നടന്ന വനപ്രദേശമാണ് രജൌരി കാണ്ടി. രജൌരി കാണ്ടി, ജമ്മു കാശ്മീര്. രജൌരി കാണ്ടി, ജമ്മു കാശ്മീര്. 2023 ഭീകരാക്രമണം നടന്ന സ്ഥലമാണ്, വനപ്രദേശമാണ്. ശരി, അടുത്ത പോയിന്റ്, മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി. ആര് വീഴ്ച വരുത്തി? ബീഹാർ സംസ്ഥാനം വീഴ്ച വരുത്തി. അപ്പോൾ എന്ത് കിട്ടി? ഫൈൻ കിട്ടി, പിഴ എത്ര? 4000 കോടി. എന്താണ് പറയുന്നത്? അതെ, മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് 4000 കോടി രൂപ ഫൈൻ വിധിച്ചു. ആര് വിധിച്ചു? NGT വിധിച്ചു. എന്താ NGT? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ. അപ്പൊ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ 4000 കോടി പിഴ വിധിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ദാറ്റ് ഈസ് ബീഹാർ. ഓക്കെ, കേരളത്തില് ഒരു 10 കോടി രൂപ ദേശീയ ഹരിത ട്രൈബ്യൂണൽ പിഴ ഇട്ടായിരുന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണല് കേരളത്തിന് ഒരു 10 കോടി രൂപ പിഴ ഇട്ടായിരുന്നു. വേമ്പനാട്ട് കായൽ
ക്ലീൻ ആയി സൂക്ഷിക്കാത്തതിന്റെ പേരില് വേമ്പനാട്ടുകായലും അഷ്ടമുടിക്കായലും വൃത്തിയായി സൂക്ഷിക്കാത്തതിന്റെ പേരിൽ കേരളത്തിന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഒരു 10 കോടി രൂപ പിഴ ഇട്ടായിരുന്നു. ഇത് 4000 കോടി രൂപ പിഴ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ബീഹാർ സംസ്ഥാനത്തിനാണ് പിഴയിട്ടത്. പോയിന്റ് വ്യക്തമാണ്. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 7000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി. IPL 7000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ താരം ആര്? ദാറ്റ് ഇസ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് IPL 7000 റൺസ് തികച്ച ആദ്യത്തെ താരം. അടുത്തത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രതിരോധ മന്ത്രിയായ ഡോക്ടർ രാജ്നാഥ് സിംഗ് രാജ്യത്തെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എവിടെ? ചണ്ഡീഗഡ് ഓർത്തു വെച്ചു. ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് വ്യോമസേന പൈതൃക കേന്ദ്രം രാജ്യത്ത് ആദ്യത്തെ എവിടെ വന്നത്? ചണ്ഡീഗഡ് ആണ് കേട്ടോ. ചണ്ഡീഗഡ്. വ്യോമസേനാ ദിനം എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക അല്ലെ. കരസേനാ ദിനം ജാനുവരി 15 ഓർത്തു വെച്ചോളൂ. കരസേനാ ദിനം ജാനുവരി 15. വ്യോമസേനാ ദിനം ഒക്ടോബർ 8. നാവികസേനാ ദിനം ഡിസംബർ 4. 3 പോയിന്റ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞാണ്, ഓർത്തു വെച്ചു. കരസേനാ ദിനം ജനുവരി 15, വ്യോമസേനാ ദിനം ഒക്ടോബർ 8, നാവികസേനാ ദിനം ഡിസംബർ 4. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ ക്ലിയർ ആയി. അടുത്ത പോയിന്റ്, കാട്ടുതീ പടർന്നു. കാനഡയിൽ ഒരു പ്രവിശ്യയിൽ കാട്ടുതീ. കാനഡയിലെ പ്രവിശ്യയായ ആൽബർട്ട എന്ന് പറയുന്ന പ്രവിശ്യയിൽ കാട്ടുതീ വന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്താണ് കാര്യം? ചോദ്യം ഇങ്ങനെ വരാം. കാട്ടുതീ പടർന്നതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാനഡയിലെ പ്രവിശ്യ ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വരുന്ന ക്ലർക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാം. കാട്ടുതീ പടർന്നതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാനഡയിലെ പ്രവിശ്യയാണ് ആൽബർട്ട. ഓർത്തു വെച്ചോളൂ. ആൽബർട്ട. കാട്ടുതീ പടർന്നതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാനഡയിലെ പ്രവിശ്യയാണ് ആൽബർട്ട. ഓർത്തു വെച്ചോളൂ. ആൽബർട്ട. ആൽ എന്ന് പറയുന്ന മരമുണ്ടല്ലോ, ആൽ അത് കിട്ടും. ബർട്ട. കണ്ടോ? ആൽബർട്ട. പോയിന്റ് വ്യക്തമായിട്ട് പഠിച്ചോളൂ. പ്രവിശ്യയാണ്, കാനഡയിലെ പ്രവിശ്യയാണ്. ശരി, അടുത്ത പോയിന്റ്, ലിഥിയം നിക്ഷേപം കണ്ടെത്തി. ആ സ്ഥലമാണ് ദേഗാന. 2023 ഈ മെയ് മാസം ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് വലിയൊരു വാർത്തയായിരുന്നു. എവിടാ കണ്ടെത്തിയത്? രാജസ്ഥാനിലാണ് കണ്ടെത്തിയത്. രാജസ്ഥാനിലെ സ്ഥലത്തിന്റെ പേരാണ് ദേഗാന കേട്ടോ. ദേഗാന. ഈ പേരൊന്ന് ഓർത്ത് വെച്ചോണ്ട്. ദേഗാന ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ദേഗാന. ദേഗാന കണ്ടോ? ദേഗാന രാജസ്ഥാനിലെ സ്ഥലമാണ് ദേഗാന. അപ്പൊ അതും വ്യക്തമായി. ഓരോ പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു പോകൂ. PKG നമ്പ്യാർ. അടുത്ത പോയിന്റ്, PKG നമ്പ്യാർ. അദ്ദേഹം അന്തരിച്ചു. അപ്പൊ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഇദ്ദേഹം എന്നുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. കൂടിയാട്ടം. അപ്പൊ അന്തരിച്ച PKG നമ്പ്യാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? കൂടിയാട്ടം. അപ്പൊ അത് സെറ്റായി. ശരി, അടുത്ത പോയിന്റ്, 42ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ. 42ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ. ഓർത്തു വെച്ചോളൂ. 42ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ. അപ്പൊ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം. ശ്രദ്ധിക്കൂ. അരുണാചൽ പ്രദേശിൽ ഒരുപാട് ഭാഷയുള്ള അല്ലെ, ഒരുപാട് ഭാഷകൾ. ദിനപത്രം പുറത്തിറങ്ങാത്ത സംസ്ഥാനം ഏത് എന്ന് പഴയ ചോദ്യങ്ങളാണ് അരുണാചൽ പ്രദേശ്. പക്ഷെ ഇപ്പൊ അവിടെ ദിനപത്രമൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ അരുണാചൽ പ്രദേശിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ദിനപത്രമായിരുന്നു അരുണഭൂമി അല്ലെ. ഇപ്പൊ പല പല പത്രങ്ങൾ അവിടെ പുറത്തിറങ്ങുന്നുണ്ട്. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷ. എന്ത് ഭാഷ? ടാഗിൻ ഭാഷ. ടാഗ് ഉണ്ടല്ലോ, ടാഗ്. നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ ടാഗ് കിട്ടും. ഇത് ടാഗിൻ ഭാഷ. അപ്പൊ അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന
ആദ്യത്തെ സിനിമയാണ് ലവ് ഇൻ 90s. ലവ് ഇൻ സിംഗപ്പൂർ എന്ന് കേട്ടിട്ടില്ലേ? ഇത് ലവ് ഇൻ 90s, 90കളിലെ പ്രണയം. ലവ് ഇൻ 90s. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ചിത്രം. ആദ്യത്തെ ചിത്രത്തിന്റെ പേരാണ് ലവ് ഇൻ 90s. ആരാ സംവിധാനം? തപൻ നാദം. നോക്കൂ, നാദം സിനിമയാണ്, സൗണ്ട് വേണം. നാദം കണ്ടോ? തപൻ നാദം സംവിധാനം ചെയ്യുന്നു. അടുത്തത്, കടലിനടിയിലൂടെ തുരങ്കം വരുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിനടിയിലൂടെ തുരങ്കം വരുന്ന സ്ഥലം ഏത്? മുംബൈ. പോയിന്റ് ഓർത്ത് വെച്ചോണം. കടലിനടിയിലൂടെ തുരങ്കം ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നു. എവിടെ? മുംബൈയിൽ വരുന്നു. ഒരു പോയിന്റ് ആണത്. ഇനി അടുത്തത്, നമ്മൾ കേട്ടിട്ടുള്ള ഒരു സിനിമാ നടിയുടെ പേരാണ് ദീപിക പഡുക്കോൺ. കേട്ടിട്ടുണ്ട് അല്ലെ? ദീപിക പഡുക്കോൺ അല്ലെ? ഒത്തിരി സിനിമകളൊക്കെ ഉണ്ട് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പേര് ഓർത്തോണം, ദീപിക പഡുക്കോൺ. ഇനി ടൈം മാഗസീൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ? കേട്ടിട്ടില്ലേ? കേട്ടണം. ടൈം മാഗസീന്റെ കവറിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ സിനിമാ നടി. 2023 ടൈം മാഗസിന്റെ കവറിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ സിനിമാ നടിയാണ് ദീപിക പഡുക്കോൺ. ശ്രദ്ധിച്ചു വെച്ചോളൂ ഈ പേര്, ദീപിക പഡുക്കോൺ. അടുത്ത പോയിന്റ്, എക്സൈസ് വകുപ്പ്, സംസ്ഥാന എക്സൈസ് വകുപ്പ്, കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. അതിന്റെ പേരാണ് നേർവഴി. എൻ വഴി നേർവഴി, എൻ വഴി തനി വഴി, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ഇത് പദ്ധതിയുടെ പേര് നേർവഴിക്ക് നടത്തുക. ആരെ? വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്തുക. നമ്മുടെ പുതിയ തലമുറയെ നേർവഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അങ്ങനെ എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് നേർവഴി. അതായത് ലഹരി ഉപയോഗത്തിൽ നിന്ന്, പലതരം ലഹരികളാണ് അല്ലെ? ഇപ്പൊ ഒരുപാട് ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് കുട്ടികൾ അതിന് അടിമകളാണ്. ഇതിനൊക്കെ നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ലഹരി ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിനായും ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിനായിട്ട് അധ്യാപകരുടെ പങ്ക് ഉറപ്പാക്കുന്നതിനുമായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി. പോയിന്റ് ഓർത്തു വെച്ചോണേ, നേർവഴി. അപ്പോ എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി എന്നുള്ളത് മനസ്സിലാക്കണം. ലഹരി ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുന്നതിനായിട്ടുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി എന്നുള്ളത് ഓർത്തു വെക്കുക. അധ്യാപകരുടെ പങ്ക് ഉറപ്പാക്കുക. ഇതിൽ നിന്ന് കുട്ടികളെ നേർവഴിക്ക് നടത്തുന്നതിനായിട്ട് അധ്യാപകരുടെ പങ്ക് ഉറപ്പാക്കുക എന്നുള്ളതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ 2023 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ രണ്ടാമത്തെ പാർട്ടിൽ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ എല്ലാവർക്കും നന്ദി.